ഹരി എന്റെ മരുമോടെ നാള് മകയിരം. ഇവക്ക് മൊത്തത്തിൽ പ്രശ്നമാണെന്നേ. പിന്നെ എനിക്കെന്തോന്ന് പ്രശ്നം അമ്മ? ചുമ്മാ എവിടെ ഒരേ ഒരു ഭർത്താവ്. അല്ല എന്റെ മോൻ ശ്രീകുട്ടനെ അവൻ അങ്ങ് ഗൾഫിലാ. അവനെ വരുത്തണം ഗൾഫിൽ. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ശരി ചേച്ചി, അവൻ ഗൾഫിലല്ലേ പോയതല്ല, ഡിവോഴ്സ് ഒന്നും ആയിട്ടൊന്നുമില്ല. ചേച്ചിയുടെ വിഷമം കണ്ടാ തോന്നും അവൻ എന്താ ഡിവോഴ്സ് ആയി പോയാന്ന്. ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, അവരും ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുക. ഹരി, ഞാൻ കുറ്റം പറയുവാന്ന് വിചാരിക്കരുത്. ഇവിടെ ചില നേരത്തെ ദേഷ്യം കണ്ടുണ്ടല്ലോ, നമ്മളൂടെ പേടിച്ചു പോകും. എന്താ എങ്ങനെയാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കൊള്ളത്തില്ലെന്നേ. ചേച്ചി, പുറത്തു പറയാൻ പറ്റാതാണ് എന്നോട് ദൈവത്തെ ഓർത്ത് പറയരുത്, എനിക്ക് കേൾക്കണ്ട. എന്തോന്നമ്മ ജോത്സ്യനെ വിളിച്ചു വരുത്തി ഇതൊക്കെ പറയാനാ? മിണ്ടതവിടെ വേണം. ദേഷ്യം വന്നു കഴിഞ്ഞുണ്ടല്ലോ, ആണാന്നോ പെണ്ണാന്നോ നോക്കത്തില്ല, കിട്ടുന്നെടുത്ത് പുറന്നെടുക കൊടുക്കുന്നേ. ഒരുമാതിരി ബാധ കയറിയതുപോലെ. ആണോ? സത്യമാണോ മോളെ ഇത്? സത്യമാണ്. കൊടുകൈ സൂപ്പർ. പെമ്പിള്ളേരെ ഇങ്ങനെ വേണം. താങ്ക്സ് ഫോർ സപ്പോർട്ട്. ഞാനും ഇങ്ങനെ, എനിക്കിഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ ദേഷ്യം വന്നാൽ അപ്പ പ്രതികരിക്കും. പിന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തോ ചേച്ചി ഇത്? നമ്മുടെ ആളാണല്ലേ, ആവശ്യം വരുവാണെങ്കിൽ വിളിക്കാം. ആഴ്ചയിൽ അടിയുണ്ടാവും. ആരൊക്കെ തമ്മില്? ആരൊക്കെ തമ്മിലൊന്നുമില്ല, ആരെ കിട്ടിയാലും അടിയുണ്ടാവും. ആഹാ, അടുത്ത അടിക്കുണ്ടല്ലോ മോൾ അങ്കിളിനെ വിളിച്ചു, അങ്കിളും കൂടെ കൂടാം. എന്താ ഹരി, ഇവളെ ഒന്ന് തളയ്ക്കാൻ എന്താ ഒരു വഴി? എന്തോന്നമ്മ, എനിക്കൊന്ന് മതം പൊട്ടിയിരിക്കണ തളച്ചിടെന്ന് പറയാൻ. കണ്ടോ ഇതാണ് അവിടെ സ്വഭാവം. ഹരി ഇവിടെ ഇരിക്കുന്ന പോലെ അവള് നോക്കിയില്ലല്ലോ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ, മരുമകളല്ലേ, അവളെ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുമ്പം അവളെ തളയ്ക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ആർക്കായാലും ദേഷ്യം വരത്തില്ലേ? ചേച്ചിക്കാണ് ദേഷ്യം വരില്ലേ? കൊടുകൈ കണ്ടുപടി. പക്ഷെ അങ്ങളെ, അമ്മൂമ്മ പറഞ്ഞേലേ ചെറിയൊരു കാര്യമുണ്ട്. ഈ അമ്മായിയുടെ ചില സമയത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മായിയാന്ന് തോന്നൂല, വേറെ ആരൊക്കെയോ ബിഹേവ് ചെയ്യണ പോലെയാണ് തോന്നണത്. ഒരു മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലേ, അതുപോലെ അല്ലേ യേശു? സംഭവം എന്തെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളിപ്പം അങ്കിളിനെ ഇങ്ങോട്ട് വിളിച്ചില്ലേ, അതിന് കാരണം ഇതുവരെ അമ്മായിക്ക് അറിഞ്ഞൂടാ. അമ്മായിക്ക് ഒരു ചെറിയ ബാധയുണ്ടോ? പിന്നെ എന്തോന്നാണ്? അമ്മായി ഒന്ന് അടങ്ങ്, ജോലിച്ചിരിക്കുന്നു. ചോദിച്ചേ, അല്ല ഭസ്മോ അല്ല തെളിപ്പൊടി ഉണ്ടെങ്കിൽ വാരി എറിയതിന്. ചേച്ചി, നിങ്ങൾ ബഹളം വെക്കാതെ. ഇതൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി, അല്ലാതെ ബാധയൊന്നും അല്ല. ഇത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് അതിന്റെ മാർഗം. സൈക്കോളജിസ്റ്റാ? ഹരിയേട്ടൻ ഇവരെ അറിയാത്തോണ്ടാണ്. ആടിനെ പട്ടിയാക്കുന്ന ടീംസ് ആണ് ഇതൊക്കെ. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ചേച്ചി, ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനൊരു പരിഹാരമുണ്ട്, അത് ചെയ്യണം. എന്തുവാ? ചേച്ചി ഗൗരിയോട് അധികം സംസാരിക്കാതിരിക്കുക. അതെ, എനിക്ക് ഒരു സംശയം കൊണ്ടുണ്ട്. ഇതുവരെ തീർന്നില്ലേ? അല്ല, ഇവരുടെ ആരുടെയും കാര്യമല്ല, പിന്നെ ഇവന്റെ കാര്യമാ, കേശുവിന്റെ. എന്റെ എന്തൊരു കാര്യം? ഇവനെ ഈയിടെയായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് അല്ലയോ അത് ആവശ്യമില്ലാത്ത? അവന് ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും. പ്രായം അതല്ലേ ചേച്ചി, ഈ പ്രായത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവത്തില്ലേ? അതല്ലെന്നേ, പെമ്പിള്ളാരുമായിട്ടാണ് കൂട്ടുകെട്ട്. എന്നിട്ട് അവരെ വിളിച്ചോണ്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആണോടാ കേശു? കുഴപ്പമില്ല ചേച്ചി, പ്രായത്തിന്റെയാ, ചേച്ചി മൈൻഡ് ചെയ്യണ്ട, വിട്ടുകളാ. എന്നാ ഞാനേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചേച്ചി തീരുമ്പോ ഇങ്ങനെ കാര്യം ചോദിക്കാൻ ഞാൻ എന്താ കുപ്പിന്ന് ഇറങ്ങി വന്ന ഭൂതമാണോ? ചോദിക്കേ. അല്ല ഹരി അടുക്കളയിലോട്ടൊന്ന് വരാവോ? പാത്രം കഴുകാനോ? അയ്യോ അല്ലല്ല, പാത്രം കഴുകാനൊന്നും അല്ല. പിന്നെ ചായ ഇടാനോ? അല്ല, ഈ അടുക്കളയുടെ സ്ഥാനവും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി ഒന്ന് പറഞ്ഞാൽ. അടുക്കള കാണൽ ചടങ്ങ്. എന്നാ പോയാലോ? വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.